ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കായയും പോട്ടിയും കൂടെ കൂടി ഒന്ന് കറി വെച്ചാലോ. അപ്പോൾ അത് ഇതുപോലത്തെ നല്ല കുറുകിയ കറിയാണ്ടോ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാവിൽ വെള്ളം ഊറുന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുന്ന സൈസ് പോട്ടിയാണ് കേട്ടോ. നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും, അങ്ങനത്തെ പോട്ടിയാണ് നമ്മൾ മേടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്രയൊക്കെ പണി ചെയ്യണ്ടേ, അതുകൊണ്ട് അങ്ങനത്തെ പോട്ടിയാണ്. അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നല്ലപോലെ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കും. എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാൻ ചേർക്കുന്നത്. പ്രത്യേകിച്ച് സെപ്പറേറ്റ് അത് വരട്ടി ചേർക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ രണ്ട് വലിയ സവാള അരിഞ്ഞതും പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് ആ കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ്. അത് വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റുമാണ്. പോട്ടിക്കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കറിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോട്ടിക്കറി. കായം കൂടി ഇട്ടിട്ടാകുമ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനത്തെ കറിയാണ് ഉണ്ടാക്കണം. അപ്പം ഞാനിതുപോലെ നല്ലപോലെ ഞെരടി ഇതുപോലെ എല്ലാത്തിനും മിക്സ് ആകുമ്പോൾ ഇങ്ങനെ ഇതാക്കി കൊടുക്കും. എന്നിട്ട് കുക്കറിൽ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 10 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അത്രയും വിസിലടിച്ച് കഴിയുമ്പോൾ ആണ് വേവുള്ളൂ. ഇതിന് പോട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം വേവുള്ളൊരു സാധനമാണല്ലോ. കുറച്ചധികം നേരം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കും. കടിച്ചിനി എന്ത് ചെയ്താൽ കടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒരു 10 വിസിലോളം അടിക്കട്ടെ. വിസിലടിച്ച് കഴിയുമ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം ഗ്യാസിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കണേ. മൊത്തത്തിൽ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ കാര്യം തീരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് അടുപ്പിലേക്ക് മാറ്റിയിട്ടിട്ട് അതിനകത്ത് തന്നെ പോട്ടിയിൽ തന്നെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. കാരണം പ്രത്യേകിച്ച് വെളിച്ചെണ്ണൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് നമുക്ക് പോരാത്ത കുറച്ച് മസാലയും മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വേവിച്ച പോട്ടിയുടെ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കായ, ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് കായ വേവിച്ചിട്ടുണ്ടായി. അത് അത് ആ പോട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ പറ്റി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. മറ്റേ ഇത് എന്തായിരുന്നു, തേങ്ങ വറുത്തതും തേങ്ങാക്കൊത്ത് വറുത്തിടാൻ മറന്നുപോയായിരുന്നു. അതും കറിവേപ്പിലയും കൂടി ഒന്ന് പയ്യെ ഒന്ന് വറുത്തിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് നല്ലപോലെ കുറുകി വന്നു കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് കറി. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം തന്നെ കറിയാണ്. ഭയങ്കര ടേസ്റ്റുമായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണേ. നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കണത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.